ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്മസ് സ്പെഷ്യൽ കൽക്കൽസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഗോവൻ റെസിപ്പിയാണ്. ക്രിസ്മസിനൊക്കെ അവിടെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 240 ml മെഷറിംഗ് കപ്പിലാണേ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ ചേർത്താലും മതി. ഇനിയും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പൗഡർഡ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നേരത്തെ മൈദയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനിയും ഇതിൽ വേണം നമ്മൾ ഈ മൈദ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ടയും തേങ്ങാപ്പാലും ചേർന്ന ബാറ്റർ ഒഴിച്ചിട്ടാണിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു അടച്ച് വെച്ചൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കുക കേട്ടോ. ആദ്യമേ കാണിച്ചു തരാം. കുറച്ച് മാവ് എടുത്തിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിക്കെടുക്കുക. ചെറിയ ഉരുളകളാക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമ്മളൊരു ഫോർക്ക് ഉപയോഗിക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫോർക്കിലേക്ക് നമ്മൾ ഈ ചെറിയ ഉരുള വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലോട്ട് പോകുന്നത് വീണ്ടും അകത്തോട്ട് ചേർക്കുക. ഇതേപോലെ ഇതിൻ്റെ വെളിയിലോട്ട് മാവ് വരണം കേട്ടോ. ഫോർക്ക് തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ വെളിയിലേക്ക് മാവ് വരണം. എന്നാലേ ആ ഡിസൈൻ നമുക്ക് വരത്തുള്ളൂ. ഇനി ചെറിയ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ഈ രീതി ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമ്മൾ നന്നായിട്ട് ഉരുട്ടുന്നു. എന്നിട്ട് ഒരു ഫോർക്കിൽ നെയ്യോ എണ്ണയോ തേക്കുക. എന്നിട്ട് ആ ഭാഗത്തേക്ക് ഈ ഉരുള എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നന്നായിട്ട് പ്രസ് ചെയ്യണം. ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളിയിലോട്ട് അതിങ്ങനെ വരണം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കിട്ടും. ഇതാണ് കൽക്കൽസിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ മാവ് എല്ലാം ഇതേ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കൽക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് ആദ്യമേ ഒരു ബാച്ച് എടുത്തതിന് ശേഷം അടുത്ത ബാച്ച്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ കുറച്ച് കഴിയുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ കളർ നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ വേണം നമുക്കിത് കോരിയെടുക്കാൻ. അതുവരെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ആദ്യമേ തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. അതിൻ്റെ അകമൊക്കെ ഒന്ന് വെന്തതിന് ശേഷം തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ നല്ലൊരു കളർ കിട്ടും. നമ്മൾ അച്ചപ്പത്തിൻ്റെയൊക്കെ ഒരു നല്ലൊരു കളർ കിട്ടും. ആ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ചില ഭാഗങ്ങളിലൊക്കെ വെള്ള കളറുണ്ട്. അപ്പോൾ അതുകൂടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാത്തിനും ഒരേപോലെ കളറാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. കണ്ടോ? നമുക്കിത് ഓരോന്നും ഇതേപോലെ കോരി മാറ്റാം. അപ്പോൾ ഇത് ഗോവയിൽ അവർ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പൗഡേർഡ് ഷുഗർ ഇങ്ങനെ നമുക്കൊന്ന് ഒരു അരിപ്പ വഴി ഇങ്ങനെ ഒന്ന് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കണ്ടോ. അപ്പോൾ നല്ല സ്വീറ്റായിട്ടുള്ളൊരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കൽക്കൻ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടിച്ച പൗഡർ ഷുഗറും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പൗഡർ ഷുഗർ കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് കറക്റ്റ് കൽക്കനാവുന്നത്.
അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്രിസ്മസിന് ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കട്ടോ. നല്ല ക്രിസ്പിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.